കാര്യങ്ങൾ പറഞ്ഞോട്ടെ. എന്താണെന്ന് വെച്ചാൽ ഇതെൻ്റെ ഫസ്റ്റ് FF ആണ്. അപ്പം എല്ലാ ആമീസും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാൻ വലിയ വീഡിയോ എഡിറ്ററോ വീഡിയോ ക്രിയേറ്ററോ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, തെറ്റുകുറ്റങ്ങളൊക്കെ തന്നെ സ്റ്റോറിയിൽ ഉടനീളം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം എല്ലാ ആമീസും ഒന്ന് ക്ഷമിക്കണം. പിന്നെ നിങ്ങൾ സ്റ്റോറി കണ്ടിട്ട് ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. ആൻഡ് നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരിക്കലും BTS മെമ്പേഴ്സിനെ പരിഹസിക്കാനോ അല്ലെങ്കിൽ കളിയാക്കാനോ വേണ്ടിയിട്ടൊന്നുമല്ല. ജസ്റ്റ് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് എല്ലാവരും എടുക്കണം. പിന്നെ എല്ലാ ആമീസിനും FF ഒക്കെ കണ്ടിട്ട് നല്ല പരിചയം ഉണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പം വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാ ആമീസും പോയിട്ട് സ്റ്റോറി കണ്ടോളൂ. ഈശ്വര, എന്ത് കിടപ്പായത്. ദീക്ഷ എഴുന്നേറ്റ്, നിനക്ക് കോളേജിൽ പോകണ്ടേ? നട്ടപ്പാതിര വരെ കേഡ്രാമയും കണ്ട് കിടന്നോളൂ. എന്നിട്ട് രാവിലെ ആകുമ്പോൾ എഴുന്നേക്കില്ല. വേഗം എണീച്ച് കോളേജിൽ പോകാൻ നോക്കൂ കൊച്ചേ. എഴുന്നേക്കടി വേഗം. ദീക്ഷ എന്താ മമ്മ, ഞാൻ കുറച്ച് സമയം കൂടി കിടക്കട്ടെ. ഞാൻ എഴുന്നേച്ചോളാം. മമ്മ പോയിക്കോ. 5 മിനിറ്റും കൂടെ കിടക്കത്തുള്ളൂ. അമ്മ പൊക്കോ, ഞാൻ വന്നോളാം. എൻ്റെ ദൈവമേ, ആരാ ഈ കോളേജൊക്കെ കണ്ടുപിടിച്ചത്? എൻ്റെ ഉറക്കം ശരിയാവുന്നില്ല. ഇനിയിപ്പം മാറ്റിപ്പിടിച്ച് കോളേജിലും പോകണമല്ലോ. എനിക്ക് വയ്യ. എവിടെ ദക്ഷ? അവിടെ ഇതുവരെ എഴുന്നേറ്റില്ലേ? പെട്ടെന്ന് റെഡിയാവുകയാണെങ്കിൽ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞേക്ക്. പിന്നെ അവൾ തനിച്ച് ബസ്സിന് പോയി, അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. വരാൻ പറ്റുമെങ്കിൽ വേഗം വരാൻ പറ. നിൽക്ക്, നീ തന്നെ കൊണ്ടാക്കിയാൽ മതിയുടെ അവിടെ. എന്തായാലും അവളെ തനിച്ചൊന്നും വിടാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പം റെഡി ആയിട്ട് വരും. കുളിക്കത്തും നനക്കത്തൊന്നും ഇല്ലല്ലോ. ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഓടി വന്നോളും. നീ ഇരിക്കാതായാലും ഞാൻ ചായ എടുക്കാം. അയ്യോ, എൻ്റെ ചേട്ടൻ കുറിച്ച് ഇതുവരെ ഓഫീസിൽ പോയില്ലേ? എന്നാ പറ്റി? എന്നെ കാത്തിരിക്കുകയാണോ? എനിക്ക് വേണം, നമുക്ക് പോവാം. ഓ, ഇറങ്ങി വന്നോ തമ്പുരാട്ടി? അല്ല, നീ കുളിച്ചോ? എവിടെ കുളിക്കുന്നില്ലേ ആരോട് പറയാൻ? ഇനി വല്ല ഉത്സവമോ പള്ളിപ്പെരുന്നാളോ ഒന്ന് വന്നാലേ കുളിക്കലുണ്ടാവുള്ളൂ. എന്തായാലും ഇരിക്ക്, ചായ കുടിക്കാം. എന്തായാലും അത് മുടക്കണ്ട. അമ്മ ഇന്നെന്താ കഴിക്കാൻ? മുട്ട ഉപ്പിലിട്ടതും ലഡു പുഴുങ്ങിയതും വേണം നിനക്ക്? എടാ മക്കച്ചിമാറ, നിന്റെ അടുത്ത് ഞങ്ങൾ ചോദിച്ചായിരുന്നു. വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ഡേ മരപ്പട്ടി, സൂക്ഷിച്ച് സംസാരിച്ചു. ഞാൻ നിന്റെ ചേട്ടനാന്നുള്ള കാര്യം നീ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. മര്യാദക്ക് നിന്നാൽ ഞാനും മര്യാദക്കാം. എന്നെ മര്യാദ പഠിപ്പിക്കാൻ നീ ആരടാ? എന്റെ എന്നെ മര്യാദ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ. പക്ഷെ ഇതുവരെ ഞാൻ പഠിച്ചിട്ടില്ല. എന്നിട്ടാണ് ഇത്തിരി പോകുന്നത് നീ. കാര്യം നീ എൻ്റെ ചേട്ടനൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ ഈ ദക്ഷയായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് നീ വളർന്നിട്ടുള്ള കൊച്ചേ. കുറച്ചുകൂടെ വളർന്ന് വലുതായിട്ട് വാ കേട്ടോ. കളിക്കുമ്പോൾ ആളും തരം നോക്കിയിട്ട് കളിക്കണം കേട്ടോ. ഈ ദക്ഷയാരാന്ന് നിനക്ക് തീരെ അറിയത്തില്ല. അയ്യോ തുടങ്ങിയോ രണ്ടും. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു തെറ്റി അപ്പം തുടങ്ങുമാട്ടി.
എന്താ പിള്ളേരെ നിങ്ങൾക്ക്? എൻ്റെ ഈശ്വര, ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ കണക്കിൽ തന്നത്? കീരി പാമ്പും പോലെ കണ്ടാൽ. എടാ ചെറുക്കൻ, നീ അവളെക്കാളും കുറച്ച് വലുപ്പമില്ലേ? നിനക്ക് കുറച്ച് ബുദ്ധിയില്ലേ? നിനക്കൊന്ന് അടങ്ങിയാലെന്താ? ഏതായാലും അവൾ അങ്ങനെയാ. അടിയും പിടി എനിക്ക് കേൾക്കാൻ വയ്യ. ഒന്ന് നിർത്തിക്ക് രണ്ടും. അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ കാണായിരുന്നു. എന്ത് കാണായിരുന്നു? ഇവിടെ നിന്ന് തല്ലിക്കൊല്ലുന്നതോ? അയ്യോ, എന്നും നിനക്ക് തല്ല് കിട്ടുന്നത് ഞാൻ കാണുന്നതല്ലേ. രണ്ടും പോയേ. എനിക്കിവിടെ ഒരുപാട് ജോലികളുണ്ട്. നിങ്ങളെ കൂടെ സംസാരിച്ചിരുന്നാലേ എൻ്റെ ജോലിയൊന്നും നടക്കത്തില്ല. രണ്ടും ഞാൻ പോവാൻ നോക്കിയേ. ചേട്ടാ, നമുക്ക് പോവാ. ടൈമായി. ഇനി ലേറ്റായാലേ എനിക്ക് കോളേജിൽ കയറാൻ പറ്റത്തില്ല. പോയാലോ? എന്തോ എങ്ങനെ പോവാൻ നോക്ക്. ഞാൻ കൊണ്ടാക്കി തരുമെന്ന് കരുതിയിട്ട് ഇവിടെ ഇരിക്കണ്ട. കാരണം ഞാൻ കൊണ്ടാക്കി തരുന്നല്ലോ. അല്ല, നേരത്തെ എന്തൊക്കെയോ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. കളിക്കുമ്പോൾ ആളും തരം നോക്കി കളിക്കണമെന്നല്ലേ? എന്നാലേ ആളും തരം നോക്കിയിട്ട് ഒറ്റക്കങ്ങ് പോവാൻ നോക്കടി. പോ. എൻ്റെ അടുത്ത കളി. അയ്യോ, അങ്ങനൊന്നും പറഞ്ഞൂടാ. നമ്മൾ ബ്രദർ ആൻഡ് സിസ്റ്റർ അല്ലേ? അപ്പം അടിയും വഴക്കും ഒക്കെ ഉണ്ടാവും. പിന്നെ നല്ല സ്നേഹം ഉണ്ടാവും. അപ്പം അടിയും വഴക്കും കഴിഞ്ഞു. ഇനി സ്നേഹത്തിൻ്റെ ടൈമാണ്. നമുക്ക് പോവാം. ഓ നോ, ഞാൻ പറഞ്ഞതിൽ ഒരു മാറ്റമില്ല കൊച്ചേ. ഇനി നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. ആക്ച്വലി ചേട്ടൻ്റെ ഓഫീസിലേക്കുള്ള വഴിയും എൻ്റെ കോളേജിലേക്കുള്ള വഴിയും ഒന്നാണ്. അപ്പം നമുക്ക് ഒരുമിച്ച് പോവാമല്ലോ. ഫുള്ള് പറഞ്ഞു തീർന്നില്ല. അപ്പോൾ നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. അപ്പോൾ തല്ല് പിടിക്കണ സമയത്ത് ഓരോന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കണമായിരുന്നു. പാവം ചേട്ടന് ആവശ്യം വരുമല്ലോ എന്ന്. അത് നീ ചെയ്തില്ല. ഇനി അനുഭവിച്ചോടി. അപ്പം പോവാൻ നോക്ക്. ഒറ്റയ്ക്ക് പോ. ചേട്ടാ, ഞാനെങ്ങനെ ഒറ്റക്ക് പോവാനാ? എന്നെയും കൂടെ കൊണ്ടുപോക്കൂടെ നിനക്ക്? എന്താ ചേട്ടാ, ഒരേ ഒരു പെങ്ങളല്ലേ ഉള്ളൂ. അയ്യോ, എൻ്റെ കൊച്ചിന് പോകാൻ അറിയത്തില്ലേ? സാരമില്ല, ചേട്ടൻ പറഞ്ഞുതരാം. ഇവിടെ നിന്ന് നേരെ പോവാം. അപ്പോൾ ബസ് സ്റ്റോപ്പ് കാണാം. അപ്പോൾ അവിടെ കുറച്ച് സമയം ഇരുന്നാൽ ഏതേലൊക്കെ ഒരു ബസ് വരും. അപ്പോൾ 5 രൂപ ഇല്ലേ നിൻ്റെ കയ്യിൽ? അത് കൊടുക്കുക. അപ്പോൾ ആ കണ്ടക്ടർ നിന്നെ കോളേജിൻ്റെ മുന്നേ തന്നെ ഇറക്കി തന്നോളും. പോരെ? ഇനി പോയിട്ട് വാ. ചേട്ടാ, നിക്ക്. അനിയത്തിപ്രാവിന് പ്രിയരിവർ നൽകും ഒരു തരി സുഖമുള്ള നോവ്, അതിൽ തെരുച്ചിരിയുടെ പുലരികൾ നീന്തും മണിമുറ്റമുള്ളൊരു വീട്. ആ മൂവിയിലുണ്ടല്ലോ ചേട്ടാ, അവർക്കാണെങ്കിലും കുറേ ഏട്ടന്മാരുണ്ട്. പക്ഷെ എനിക്കാകെ ഒരേ ഒരു ഏട്ടനേ ഉള്ളൂ. എന്നിട്ടും ഏട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുന്നത് എനിക്ക് ശരിക്കും വിഷമമുണ്ട്. അതെ, ഓവറാക്കി ചടമക്കാതെ വന്ന് വണ്ടി കയറുവേണേ. ഇപ്പം തന്നെ കുറേ ലേറ്റായി. അല്ലെങ്കിലും എനിക്കറിയാലോ, എൻ്റെ ചേട്ടനെ പോലെ സ്നേഹമുള്ള ചേട്ടന്മാർ വേൾഡിൽ വേറെ ഉണ്ടാവത്തില്ല. ഇതുപോലൊരു ചേട്ടനെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. ഈശ്വര, ഈ ഒറ്റകൾ ഇപ്പോഴും ഇറങ്ങിയില്ലേ? സമയം എന്തായെന്ന് വല്ല ചിന്തയുണ്ട പിള്ളേർ നിങ്ങൾക്ക്? ദക്ഷ, ഇനി നിന്റെ പ്രിൻസിപ്പൾ എങ്ങാനും എനിക്ക് കോൾ ചെയ്യട്ടെ അവൾ ലേറ്റായെന്ന് പറഞ്ഞ്. എനിക്ക് എന്താ എൻ്റെ വായ വരുന്നത് അതെല്ലാം ഞാൻ വിളിച്ച് പറയും. അപ്പോൾ ഇനി അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് പോയി രണ്ടും. അമ്മ, ഞങ്ങൾ പോവാ. ടാറ്റാ, ബൈ ബൈ, സീ യു. അമ്മ. ഈശ്വരാ, ഇന്നും ലേറ്റായി. അപ്പോൾ ആ വിഷ്ണു സാർ ക്ലാസ്സിൽ കയറി കാണും. അയാളെന്നെ ഗെറ്റ് ഔട്ട് അടിക്കും. പ്രിൻസി അത് കാണും. പ്രിൻസി ക്യാബിനിൽ കൊണ്ടുപോകും. അമ്മേനെ വിളിക്കും. എനിക്ക് വയ്യ. ഒരു കാര്യം ചെയ്യാം, അടുത്ത ആറ് ക്ലാസ്സിൽ കയറാം. ഇപ്പം ലൈബ്രറിയിലെങ്ങാനും പോയി ഇരിക്കാം. എന്തൊക്കെയാ ഞാൻ ഈ പാടുന്ന ലിറിക്സ് ഒക്കെ തെറ്റിപ്പോന്നല്ലോ. അയ്യോ, അത് പ്രിൻസിയല്ലേ? അയ്യോ ഈശ്വര, എന്നെ കാണല്ലേ. അയ്യോ, ഇത് ഞാനല്ല. അയ്യോ, ഓ പോയി രക്ഷപ്പെട്ട് വന്നോ? ഇത്രയും സമയം നീ എവിടായിരുന്നു? ഞാനത് പോസ്റ്റ്
കൊതിച്ചിരിക്കുകയായിരുന്നു നിന്നെ കാണാഞ്ഞിട്ട്. ഇത്രയും സമയമായതല്ലേ, അതുകൊണ്ട് നീ ഇന്ന് വരത്തില്ലെന്നാ ഞാൻ കരുതിയേ. അല്ല, എന്താന്ന് ലേറ്റ് ആവാൻ കാരണം? ഓരോ ദിവസം ഓരോ കാരണം ഉണ്ടാവുമല്ലോ നിനക്ക്. പിന്നെ സാറ് നിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നാളെ തൊട്ടെങ്കിലും ഒന്ന് നേരത്തെ കോളേജ് വരെ നോക്കെൻ്റെ ദക്ഷ. അയ്യോ, അതൊന്നും പറയണ്ടടി, ഞാൻ എണീക്കാൻ ലേറ്റായിപ്പോയി. മാത്രമല്ല ചേട്ടനായിട്ട് സ്ഥിരമായിട്ടുള്ള വഴക്ക് ഇന്നും മടക്കണ്ട വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ലേറ്റായിപ്പോയി. ആ, വിശേഷമൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ആദ്യം എനിക്ക് കുറച്ച് വെള്ളം തന്നെ. നീ ഇന്നും വെള്ളം കൊണ്ടുവന്നില്ല? ഇല്ല. എൻ്റെ ആൻവി കൊച്ചേ, ചങ്ങാതി നന്നായി ആ വാട്ടർ ബോട്ടിൽ വേണ്ടെന്ന് നീ കേട്ടിട്ടില്ലേ? ഇല്ലല്ലോ. ആ, എങ്കിൽ ഇപ്പം കേട്ടില്ലേ? നീ കുറച്ച് വെള്ളം എടുത്തേ. ആകെ ചെറിയൊരു ബോട്ടിലേ ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളൂ. അതിപ്പോൾ ലഞ്ച് ബ്രേക്ക് ആകുമ്പോഴേക്ക് തീരുമല്ലോ. ഞാൻ നോക്ക്, നീ ഇത്ര ഇച്ചാരുത്. വെള്ളം നിനക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമല്ലേ? അയ്യോ, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇന്നാ നമുക്കില്ലേ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള പീരീഡ് കട്ട് ചെയ്താലോ? എന്താ പറയുന്നു? അയ്യോ, ഞാനൊന്നുമില്ല, എനിക്ക് പേടിയാ. എന്നിട്ട് വേണം ആരെങ്കിലുമൊക്കെ കണ്ട് പ്രിൻസിനോട് പറഞ്ഞിട്ട് ആകെ സീനാവാൻ. എനിക്ക് പറ്റത്തൊന്നുമില്ല. അയ്യോ, എന്താ ആൻവി കൊച്ച് നീ ഇങ്ങനെ? എപ്പോഴും പഠിക്കാൻ പാടില്ല. ഒരുപാട് പഠിച്ചവരൊക്കെ മെന്റലായിട്ടുണ്ടെന്നാ ശാസ്ത്രം പറയുന്നത്. ആ, ശാസ്ത്രം അങ്ങനെ പലതും പറയും. എടി കൊച്ച്, ഇങ്ങനെ പഠിച്ചൂടാ. നോക്ക്, എനിക്ക് നിന്റെ പോലെ ഇങ്ങനെ ക്ലാസ് കട്ട് ചെയ്യാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. എൻ്റെ ഏട്ടൻ ഇവിടെ ഒന്നാമത്താണ്. ഞാൻ വല്ല ഉടായ്പും കാണിച്ച ആ പ്രിൻസി എൻ്റെ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞ ഏട്ടൻ പിന്നെ എന്നെ വെച്ചേക്കില്ല. എനിക്കറിയാഞ്ഞിട്ട് എൻ്റെ ഏട്ടനെ. നീ വേണേ പൊക്കോ, ഞാൻ ക്ലാസ്സിലിരിക്കും. അത് ശരി, നീ ഇല്ലാതെ പിന്നെ ഞാനെന്തിനാ ഇരിക്കുന്നേ? അല്ല, ഏതാ പീരീഡ്? മാത്സ്. ബെസ്റ്റ്. എനിക്കൊന്നും പറ്റത്തില്ല മാത്സ് കേട്ടിരിക്കാൻ. നീ എന്തും ചെയ്യുന്ന പരിപാടി ചെയ്തോ? എന്ത്? ഉറക്കം. അതാണല്ലോ പിന്നെ നീ സ്ഥിരമായിട്ട് ചെയ്യുന്നത്. ആ, മാത്സ് ഒക്കെ കേട്ട് എങ്ങനെ കിടന്നുറങ്ങോ എന്തോ. എനിക്കൊച്ചേ, ഇത്രയും സമയമായിട്ടും സാറ് വന്നില്ലല്ലോ. അപ്പൊ അതിനർത്ഥം എന്നാ? ഇടിയുന്ന സാറ് ലീവായിരിക്കും. എനിക്ക് വയ്യ. ഇന്ന് ആരെയാണോ എന്തോ കണിയുണ്ട്. സാർ ഉണ്ടാവാതിരുന്നാ മതിയായിരുന്നു അല്ലേ? ഉണ്ടാവത്തില്ല. ഉണ്ടെങ്കിൽ ബെല്ലടിക്കുന്ന മുന്നേ ആള് വരുന്നതാ. എന്തായാലും കാണത്തില്ല. നോക്കിയടി, പ്രിയ മിസ് ഇങ്ങോട്ടല്ലോ വരുന്നേ. അയ്യേ, ഇനി മിസ് ഇവിടെ വന്നിട്ട് എന്നാ ചെയ്യാനാടി? പിള്ളേരെ, നിങ്ങൾക്കിപ്പോൾ മാത്സ് അല്ലേ? നിങ്ങളുടെ സാർ ഇന്ന് ലീവാണ്. അതുകൊണ്ട് നിങ്ങളോട് കമ്പ്യൂട്ടർ ലാബിലോ അല്ലെങ്കിൽ ലൈബ്രറിയിലോ പോയിട്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ട് വല്ല വർക്കും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. എനിക്ക് അപ്പുറത്ത് ക്ലാസ് എടുക്കാനുള്ളതാണ്. നിങ്ങളുടെ ബഹളം കാരണമായിട്ടൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പ്രിൻസിപ്പളാണ് പറഞ്ഞത് അവിടെ പോയിരിക്കാൻ. പിന്നെ നെക്സ്റ്റ് പീരീഡ് ആരാണെന്ന് വെച്ചാൽ ഇങ്ങോട്ട് തന്നെ വന്നോളൂ. സാർ മാത്രമേ ഇന്ന് ലീവുള്ളൂ. ഇപ്പോഴാണ് സമാധാനമായത്. നമുക്ക് പോയാലോ? ലൈബ്രറി പോകണോ ലാബിൽ പോകണോ? ലാബിൽ പോയി എന്തായാലും അവിടെ ആ മിസ്സ് കാണത്തില്ലേ. അതുകൊണ്ട് ലാബിൽ പോകണ്ട, നമുക്ക് ലൈബ്രറി പോയിട്ടിരിക്കാം. നിൻ്റെ കയ്യിൽ കാശ് വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് നമുക്ക് ക്യാൻറ്റീനിൽ നല്ലതൊക്കെ മേടിച്ചിട്ട് പോവാം. അവിടെ ഇരുന്ന് കഴിക്കാമല്ലോ. ടേസ്റ്റൊക്കെ ഉണ്ട്. അയ്യോ, കുറച്ച് എരി കൂടിപ്പോയോ? ആരുവേ, ഇവനിവിടെ ഒന്നും ഇല്ലേ? റൂമിലായിരിക്കും. വിളിച്ചാലും കേൾക്കത്തില്ല. ചെവിയിൽ വല്ലതൊക്കെ കുത്തിവെച്ച് കിടക്കുന്നുണ്ടാവും. എന്തിനായിരുന്നു അമ്മയെ വിളിച്ചത്? എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതാ ഞാൻ വരാതിരുന്ന. എന്താ കാര്യം? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? വർക്കില്ലായിരുന്നോ? അല്ല മോനെ, എന്തായി മറ്റേ കമ്പനിയായിട്ടുള്ള ഡീല്? നമുക്ക് കിട്ടാൻ വല്ല ചാൻസും ഉണ്ടോ? ഡീലിൻ്റെ കാര്യമൊന്നും പറയാനായിട്ടില്ല അമ്മ. നമ്മളും ഗുപ്ത കമ്പനിയും തമ്മിലാണ് ഡീലെങ്കിലും അതിനിപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നത് ശരൺ കമ്പനിയാണ്. ശരൺ കമ്പനിയെ എതിർത്തുകൊണ്ടൊരു ഡീല് അത് നല്ലതല്ല. അത് ഒരുപാട് ദോഷം ഉണ്ടാക്കും നമ്മുടെ കമ്പനിക്ക്. പിന്നെ ശരൺ കമ്പനിയെ എതിർത്തുകൊണ്ട് ഒരു ഡീലിന് ഗുപ്ത കമ്പനിയും തയ്യാറല്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പേ ശരൺ കമ്പനിയുടെ CEO ഒരുപാട് സാമ്പത്തിക സഹായം നമ്മുടെ ഗുപ്ത കമ്പനിക്ക് നൽകിയിട്ടുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കൂറ് ഗുപ്ത കമ്പനിക്ക് ശരൺ കമ്പനിയോടുണ്ടാവും. എന്തായാലും എങ്ങനെയെങ്കിലും ഈ ഡീല് പിടിച്ചെടുക്കണം. അതിനുവേണ്ടി അച്ഛനും ഞാനും ഇങ്ങനെ രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെടുന്നത്. കിട്ടുവിടെ മോനെ, നമുക്ക് തന്നെ കിട്ടും അത്.
അതിനാണല്ലോ നീയും അച്ഛനും ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടാലും നമുക്ക് തന്നെ അതിൻ്റെ പ്രതിഫലം കിട്ടും. പിന്നെ നീ ഇപ്പോൾ ഫ്രീ ആണെങ്കിൽ നിനക്ക് അവളെ പോയി വിളിച്ചുകൊണ്ടുവന്നൂടെ? അമ്മൂസേ, എന്നെ എടുക്കുവാ? ഓ, പറഞ്ഞു തീർന്നില്ലല്ലോ, അപ്പോഴേക്കും ആളെത്തിയോ? എന്താ, എന്നെ കുറിച്ച് കുറ്റം പറയായിരുന്നോ? എന്താ പിന്നെ, നീ ഇന്ന് ലേറ്റായോ? വല്ല ചുറ്റിക്കളി ഉണ്ടോ നിനക്ക്? ഞാൻ ലേറ്റായിട്ടൊന്നും ഇല്ലല്ലോ, ഞാനെന്നും ഇതേ സമയത്താണല്ലോ വരാറ്. അതിന് ഞാൻ വരുമ്പോൾ ഏട്ടൻ എന്തെങ്കിലും എന്നെ കണ്ടാലല്ലേ. എനി, നീ വേഗം പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ചായ എടുത്ത് വെക്കാം. ആരോ വാടാ, നീ ഇരിക്കും, എല്ലാവർക്കും കൂടെ കഴിക്കാം. എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നത് ഇവിടെ അപൂർവമല്ലേ. നിന്നെ അച്ഛനെ ഇവിടെ കിട്ടാറേ ഇല്ല. ആ അമ്മ, ഞാൻ പറഞ്ഞല്ലോ, ഈ ഡീലിൻ്റെ പിറകെയുള്ള ഓട്ടം കാരണം ഒന്നിനൊന്നും സമയം കിട്ടത്തില്ല. ഈ ഡീലൊന്ന് കയ്യെ കിട്ടിക്കോട്ടെ, ഞാനും അച്ഛനും പിന്നെ എന്നും അമ്മയുടെ കൂടെ വീട്ടിൽ തന്നെ കാണും. അപ്പോൾ പിന്നെ പുറത്തു പോകാൻ പറഞ്ഞേക്കത്ത്, കേട്ടല്ലോ. അല്ല അനി, നീ എന്താ വായും പൊളിച്ചിരിക്കുന്നത്? പെട്ടെന്ന് പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ.